അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സ്വാഗതം. നമ്മളൊക്കെ ജീവിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ടല്ലോ, അല്ലേ? പക്ഷേ ഇതിനൊക്കെ അള്ളാഹുവിൻ്റെ അടുത്ത് യഥാർത്ഥത്തിൽ എന്ത് വിലയാണ് കിട്ടുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മൾ ഖുർആനിലെ 19-ാം ജുസ്ഇന്റെ വെളിച്ചത്തിൽ ആ ഒരു വലിയ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ പോവുകയാണ്. നമ്മുടെ യഥാർത്ഥ മൂല്യം എവിടെയാണ്? അപ്പോൾ ശരിക്കും ആലോചിച്ചു നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു കാതലായ ചോദ്യമാണിതല്ലേ? അള്ളാഹുവിൻ്റെ കണ്ടിൽ നമ്മളെ വിലയുള്ളവരാക്കുന്നത് എന്താണ്? നമ്മുടെ ജോലിയാണോ? നമ്മൾ സമ്പാദിച്ച പണമാണോ? അതോ നമ്മൾ നേടിയെടുത്ത സ്ഥാനങ്ങളോ? എന്താണ് ആത്യന്തികമായി നമ്മളെ വിലപ്പെട്ടവരാക്കുന്നത്? നിങ്ങൾക്കൊരുപക്ഷെ അതിശയം തോന്നാം, പക്ഷേ ഖുർആൻ ഇതിന് വളരെ ഡയറക്റ്റായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ളൊരു മറുപടി തരുന്നുണ്ട്. നമ്മുടെ സ്രഷ്ടാവിൻ്റെയും ഇടയിലുള്ള ബന്ധത്തിന്റെ അടിത്തറ തന്നെ ഉറപ്പിക്കുന്നൊരു മറുപടി. അപ്പോൾ നമുക്ക് ആയത്തിലേക്ക് നേരിട്ട് പോകാം. സൂറത്തുൽ ഫുർഖാനിലെ 77-ാമത്തെ ആയത്ത്. ഒന്ന് നിർത്തി ഈ വാക്കുകളുടെ ആഴമൊന്ന് മനസ്സിലേക്ക് എടുക്കാൻ ശ്രമിച്ചു നോക്കൂ, ഈ ആയത്ത് എത്ര വ്യക്തമായാണ് നമ്മളോട് സംസാരിക്കുന്നത്. നിങ്ങളുടെ ദുആ, അതായത് നിങ്ങളുടെ പ്രാർത്ഥന, അതില്ലായിരുന്നെങ്കിൽ അള്ളാഹു നിങ്ങളെ ഒട്ടും പരിഗണിക്കില്ലായിരുന്നുവെന്ന്. അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കൂ, നമ്മുടെ പ്രാർത്ഥനയാണ് അള്ളാഹുവിൻ്റെ അടുത്ത് നമുക്കുള്ള വിലയുടെ അടിസ്ഥാനം. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ദുആക്ക് ഇത്രമാത്രം പ്രാധാന്യം? വെറുതെ നമ്മൾ ഓരോന്ന് ചോദിക്കുന്നതിലാണോ കാര്യം? അല്ല, അതിനപ്പുറം വളരെ ആഴത്തിലുള്ള ഒരു കാര്യത്തിന്റെ പ്രകടനമാണത്. ഇവിടെ പണ്ഡിതന്മാർ വളരെ മനോഹരമായൊരു കാര്യം പറഞ്ഞു തരുന്നുണ്ട്. എന്തുകൊണ്ടാണെന്നറിയോ അള്ളാഹു ഇവിടെ ഈമാൻ എന്ന വാക്കിനു പകരം ദുആ എന്ന് ഉപയോഗിച്ചത്? കാരണം ഒന്ന് മറ്റൊന്നിന്റെ തെളിവാണ്. നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് കൊണ്ടല്ലേ അവനോട് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈമാനിന്റെ ഏറ്റവും വലിയൊരു പ്രകടനം തന്നെയാണ് ദുആ. ഈ ഒരു പോയിന്റ് ഒന്നുകൂടി ഉറപ്പിക്കാൻ പ്രവാചകന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാക്ക് നമുക്ക് ശ്രദ്ധിക്കാം. നമ്മുടെ ചിന്തകളെ തന്നെ മാറ്റിമറിക്കാൻ ശക്തിയുള്ളൊരു ഹദീസാണിത്. അപ്പോൾ കണ്ടില്ലേ, ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ദുനിയാവിലെ സമ്പത്തും സൗകര്യങ്ങളുമൊക്കെ എല്ലാവർക്കും കിട്ടിയേക്കാം, അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്കും ഇഷ്ടപ്പെടാത്തവർക്കും. പക്ഷേ ഈമാൻ എന്ന ആ അമൂല്യമായ നിധിയുണ്ടല്ലോ, അത് അള്ളാഹു അവന് ഏറ്റവും ഇഷ്ടപ്പെട്ടവർക്ക് മാത്രം തെരഞ്ഞെടുത്ത് നൽകുന്ന ഒരു പ്രത്യേക സമ്മാനമാണ്. ശരി, അപ്പോൾ ഈമാൻ കിട്ടി, ഇനി എല്ലാം എളുപ്പമായോ? ജീവിതം സുഖമായി മുന്നോട്ടു പോകുമോ? അല്ല, ഖുർആൻ പറയുന്നത് നേരെ തിരിച്ചാണ്. ആ വിലയേറിയ സമ്മാനം കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പിച്ചോളൂ, പരീക്ഷണങ്ങൾ വരും. ചരിത്രത്തിലുടനീളം നമ്മളൊന്ന് കണ്ണോടിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും. അള്ളാഹു അയച്ച ഒരു പ്രവാചകനും കൊടുങ്കാറ്റോ വെള്ളപ്പൊക്കമോ കൊണ്ടല്ല പരീക്ഷിക്കപ്പെട്ടത്. അല്ല, അവരെയെല്ലാം പരീക്ഷിച്ചത് അവരെ എതിർത്ത ആളുകളാണ്, അന്നത്തെ സ്വേച്ഛാധിപതികളാണ്. അപ്പോൾ സത്യത്തിന്റെ പാതയിൽ എതിർപ്പുകൾ ഉണ്ടാകുമെന്നത് ഒരു ദൈവിക നിയമം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കഠിനമായ സാഹചര്യങ്ങളിൽ ഒരു വിശ്വാസിക്ക് എന്താണ് പ്രതീക്ഷ? അവിടെയാണ് സൂറത്തുൽ ഫുർഖാനിലെ 31-ാം ആയത്തിൽ അള്ളാഹു തന്റെ വാഗ്ദാനം തരുന്നത്. ഈ ആയത്തിൽ അള്ളാഹു 2 രൂപത്തിലുള്ള സഹായത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, അവൻ ഹാദിയാണ്, അതായത് ഏതാണ് ശരിയായ വഴിയെന്ന് നിങ്ങൾക്ക് കൃത്യമായി കാട്ടിത്തരുന്നവൻ. 2, അവൻ നസീറാണ്, ആ വഴിയിലൂടെ മുന്നോട്ടു പോകാനുള്ള സപ്പോർട്ടും ശക്തിയും തരുന്നവൻ. അപ്പോൾ കണ്ടില്ലേ ആ കോമ്പിനേഷൻ? ഇത് രണ്ടും ചേരുമ്പോഴാണ് ഒരു വിശ്വാസിക്ക് ശക്തി കിട്ടുന്നത്. ഏതാണ് ശരിയെന്നറിയാനുള്ള ഉൾക്കാഴ്ച, അതാണ് ഹിദായത്ത്. അതറിഞ്ഞ വഴിയിലൂടെ മുന്നോട്ടു പോകാനുള്ള സഹായം, അതാണ് നുസ്രത്ത്. ഇത് രണ്ടും അള്ളാഹു തരും. പക്ഷേ ഒരു കാര്യം നമ്മൾ ഓർക്കണം, പരീക്ഷണങ്ങൾ എപ്പോഴും കഷ്ടപ്പാടിന്റെ രൂപത്തിൽ മാത്രമല്ല വരുന്നത്. ചിലപ്പോൾ അത് അനുഗ്രഹങ്ങളുടെ രൂപത്തിലാവും വരിക. ഒന്ന് ആലോചിച്ചു നോക്കൂ, നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറം പണവും അധികാരവും കിട്ടിയാൽ എന്ത് സംഭവിക്കും? അതും ഒരു വലിയ പരീക്ഷണം തന്നെയാണ്. ഇതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് സുലൈമാൻ നബിയുടെ ആ കഥ. അദ്ദേഹത്തിന് അള്ളാഹു നൽകിയ രാജ്യാധികാരവും കഴിവുകളും അത് ചരിത്രത്തിൽ വേറെ ആർക്കും കിട്ടിയിട്ടില്ല. ബൽക്കീസ് രാജ്ഞിയുടെ സിംഹാസനം കണ്ണിമ വെട്ടുന്ന വേഗത്തിൽ മുന്നിലെത്തി. ആലോചിച്ചു നോക്കൂ ആ ഒരു നിമിഷം. അവിടെ സുലൈമാൻ നബിക്ക് അഹങ്കരിക്കാമായിരുന്നു, എന്റെ ശക്തി കണ്ടോ എന്നു പറയാമായിരുന്നു. പക്ഷെ അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം അതിനെ സ്വന്തം കഴിവിന്റെ തെളിവായിട്ടല്ല കണ്ടത്. ഉടനെ തിരിച്ചറിഞ്ഞു, ഇതെന്റെ റബ്ബ് എന്നെ പരീക്ഷിക്കുകയാണ് എന്ന്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രതികരണം എന്തായിരുന്നു എന്നറിയുമോ? ഞാൻ നന്ദി കാണിക്കുമോ അതോ നന്ദികേട് കാണിക്കുമോ എന്ന് എന്റെ റബ്ബ് എന്നെ ടെസ്റ്റ് ചെയ്യുകയാണ്. കണ്ടോ ആ ഒരു മനോഭാവം? ഒരു അനുഗ്രഹം കിട്ടുമ്പോൾ അത് ശുക്ർ ചെയ്യാനുള്ള, നന്ദി കാണിക്കാനുള്ളൊരു പരീക്ഷണമായി കാണാൻ കഴിയുന്നതാണ് യഥാർത്ഥ ഈമാൻ. ഈയൊരു മനോഭാവം, ഈയൊരു കാഴ്ചപ്പാട് തന്നെയാണ് സൂറത്തുൽ നംലിലെ 40-ാമത്തെ ആയത്തിൽ അള്ളാഹു നമ്മളെയും പഠിപ്പിക്കുന്നത്. ഈ ആയത്ത് നമുക്ക് തരുന്നൊരു വലിയ പാഠമുണ്ട്. നമ്മൾ അള്ളാഹുവിനോട് നന്ദി കാണിച്ചാൽ അതിന്റെ ഗുണം നമുക്ക് തന്നെയാണ്. നമ്മൾ നന്ദികേട് കാണിച്ചാലോ അതുകൊണ്ട് അള്ളാഹുവിനൊരു നഷ്ടവുമില്ല. കാരണം അവൻ എല്ലാറ്റിനും കഴിവുള്ളവനും ആരെയും ആശ്രയിക്കാത്തവനുമാണ്.
അപ്പോൾ നമുക്ക് കിട്ടുന്ന ഓരോ അനുഗ്രഹവും ശരിക്കും നമ്മുടെ ശുക്രനെ പരീക്ഷിക്കാനുള്ളൊരവസരമാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമുക്കെല്ലാം ഒന്ന് ഒരുമിച്ച് കൂട്ടി നോക്കാം, എന്താണ് അല്ലാഹുവിന്റെ അടുക്കൽ നമ്മുടെ വില ഉറപ്പിക്കുന്നതിനുള്ള വഴി. ഇതിൽ നിന്നുള്ള ടേക്കവേ ഇതാണ്: നമ്മുടെ വില വെറുതെ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒന്നല്ല, അത് നമ്മൾ ഓരോ സാഹചര്യത്തിലും ഉണ്ടാക്കിയെടുക്കുന്നതാണ്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടും കഷ്ടപ്പാടും വരുമ്പോൾ നിങ്ങളുടെ വിലയിരിക്കുന്നത് നിങ്ങളുടെ ദുആയിലാണ്. നിങ്ങൾ അല്ലാഹുവിനെ എത്രമാത്രം വിളിക്കുന്നു എന്നതിലാണ്. ഇനി നിങ്ങൾക്ക് സന്തോഷവും സൗകര്യങ്ങളും വരുമ്പോഴോ, അപ്പോൾ നിങ്ങളുടെ വിലയിരിക്കുന്നത് നിങ്ങളുടെ ശുക്രിലാണ്. നിങ്ങൾ എത്രമാത്രം നന്ദിയുള്ളവനാകുന്നു എന്നതിലാണ്. അപ്പോൾ ഈ രണ്ടും, ദുആയും ശുക്രും, അല്ലാഹുമായുള്ള നമ്മുടെ ബന്ധത്തെ ഓരോ നിമിഷവും രൂപപ്പെടുത്തുന്ന പരീക്ഷണങ്ങളാണ്. അതുകൊണ്ട് ഈയൊരു ചോദ്യം നമുക്ക് നമ്മളോട് തന്നെ ചോദിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. എന്റെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളിലും പരീക്ഷണങ്ങളിലും ഇന്ന് ഈ നിമിഷം ഞാൻ എന്റെ റബ്ബുമായി എങ്ങനെയാണ് ബന്ധം സ്ഥാപിക്കുന്നത്? ഈയൊരു ചിന്ത നമ്മുടെയെല്ലാം ജീവിതത്തെ കൂടുതൽ അർത്ഥമുള്ളതാക്കി മാറ്റട്ടെ.